ഒരു സിനിമ ചെയ്തു എനിക്ക് അത് നമ്മുടെ ചന്ദ്രകുമാർ സാർ ഗുരുതുല്യനായ ഗുരു എന്ന് പറയാനുണ്ട്. അതെ അതെ, ചന്ദ്രകുമാർ സാർ ഒരുപാട് മലയാളത്തില് സാറ് മുതല് എല്ലാരും വെച്ച് സിനിമ ചെയ്തിട്ടുള്ള ഫാമിലി ഫ്രണ്ടാണ്, എന്റെ ഗുരുവാണ്. ഞാൻ സാറിന്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറെ വർഷം മുന്നേ. എനിക്കൊണ്ട് ചന്ദ്രകുമാർ സാർ എന്ന് പറഞ്ഞ പി ചന്ദ്രകുമാർ പറഞ്ഞ ഇന്നത്തെ ജനറേഷൻ അറിയുന്നത് തുടരും സിനിമയിലെ ഗുരുസ്വാമിയായിട്ട് കുറെ നാളുകൾക്ക് ശേഷം അതെ ആ കാറിലുള്ള ലാലേട്ടൻ തന്നെ തിരിച്ചു കൊണ്ടുവന്നു, സിനിമയുടെ മുന്നിൽ കൊണ്ടുവന്നു. സാർ ഇപ്പൊ ഒരു മൂവി, സാറിന്റെ കുറച്ച് ആക്ടിങ് വർക്ക്ഷോപ്പിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അവർക്ക് വേണ്ടി സാർ ഒരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം പുതിയ സാറ് കുറെ സിനിമകൾ ഇതിന്റെ ഇടയ്ക്ക് ഇൻഡിപെൻഡന്റ് സിനിമകൾ ചെറിയ രീതിയിൽ ചെയ്തു. ഇതിപ്പോ എനിക്ക് തോന്നുന്നു കുറച്ചൊരു വലിയൊരു സിനിമ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്, നമ്മളിവിടെ അറിയുന്നത്. അതെ അതെ അതെ. അപ്പൊ ആ സിനിമ പാലക്കാട് സാറിന്റെ നാട്ടിൽ കൊല്ലംകോടായിരുന്നു. പിന്നെ നെന്മാറ വേല ഉണ്ടല്ലോ, അതെല്ലാം ആ സിനിമയിൽ ഒരു സീക്വൻസിൽ ഉണ്ടായിരുന്നു. അപ്പം വേല എന്നാണ് പടത്തിന്റെ ടൈറ്റിൽ. അത് ഷൂട്ട് ഒരു 20 ദിവസം കൊല്ലംകോട് ഉണ്ടായിരുന്നു. സാറിന്റെ കൂടെ എനിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സാറിനോട് പണ്ട് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 10-12 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാറിന്റെ പടത്തിലൊരു ക്യാരക്ടർ ചെയ്യുന്നത് നല്ലൊരു ക്യാരക്ടറാണ്, ഒരു വേരിയേഷൻസ് എല്ലാം ഉള്ള ക്യാരക്ടറാണ്. നല്ല രസമുള്ളൊരു, കാരണം അതിൽ ഒരു എല്ലാം ഈ സാറിന്റെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ സാധാരണ സിനിമ സെറ്റിലെ പോലെ ആർട്ടിസ്റ്റ് അങ്ങനെ സാറാണ് അവിടെ മൊത്തം. ഇതിൽ ഓൾ ഇൻ ഓൾ സാറാണല്ലോ. ചന്ദ്രകുമാർ സാർ ഒരു 50-60 വർഷത്തിലുള്ള സീനിയർ ഡയറക്ടർ, എല്ലാ ജനറേഷനെയും കണ്ട ഡയറക്ടർ. അപ്പോൾ സാർ എന്നെ ഫാമിലി ഫ്രണ്ട് ആയതുകൊണ്ട് എൻ്റെ അടുത്ത് മോനെ നീ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക. എല്ലാവരോടും അങ്ങനെയാണ്, എന്നോട് മാത്രമല്ല. അതിൽ അഭിനയിക്കാൻ ഒരു സീനിൽ അഭിനയിക്കാൻ വന്ന ആൾക്കാരുടെ അടുത്ത് പോലും സാർ ഭയങ്കരമായിട്ട് പറഞ്ഞു കൊടുക്കും, പഠിപ്പിച്ചു തരും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.